ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്യൂച്ചർ. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ആ നല്ല നാളുകൾ. ഈ ഫ്യൂച്ചർ എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ഫ്യൂച്ചറിനെ തിരഞ്ഞെടുക്കുന്നു, ഇതിനെക്കുറിച്ച് വളരെ രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു സാധാരണ വീഡിയോ അല്ല. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില രഹസ്യങ്ങളാണ് ഞാനിന്ന് പങ്കുവെക്കുന്നത്. നമ്മുടെ മനസ്സുണ്ടല്ലോ, അത് ഒരു വലിയ കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ, അതായത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മളെപ്പോഴും ഒന്നുകിൽ നല്ലൊരു ഫ്യൂച്ചറുമായിട്ട്, അതായത് നല്ലൊരു ഭാവിയുമായി, അല്ലെങ്കിൽ മോശം ഭാവിയുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സുണ്ടല്ലോ, അതൊരു പവർഫുൾ GPS പോലെയാണ്. നിങ്ങൾ അതിൽ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നുവോ അങ്ങോട്ടായിരിക്കും അത് നിങ്ങളെ കൊണ്ടുപോവുക. നമ്മളെപ്പോഴും രണ്ട് ഫ്യൂച്ചറുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ബ്രൈറ്റും പോസിറ്റീവും ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ നെഗറ്റീവും ടെൻഷൻ നിറഞ്ഞതുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ. കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചിന്തകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് പോകും. ചില ആളുകൾ നോക്കിയാൽ അവർക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനാണ് ഇഷ്ടം. അവരുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നല്ല സന്തോഷം നിറഞ്ഞ ഭാവിയുമായി ബന്ധപ്പെടും. എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർക്ക് എപ്പോഴും ഇത് ശരിയാവുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടിയായിരിക്കും. അവരുടെ മനസ്സൊരു നെഗറ്റീവ് ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതൊരു തരം ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെയാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വരും, ഇതാണ് എൻ്റെ ഫ്യൂച്ചർ. ചിലപ്പോൾ നമ്മൾ പറയും, എനിക്കൊരുപാട് പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ. വേറെ ചിലർ ചിന്തിക്കും, എനിക്കൊരു വലിയ അസുഖം വരുമോ. അല്ലെങ്കിൽ നേരെ തിരിച്ചും, എന്നെ ആളുകൾ വളരെ നല്ല രീതിയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്യും, എനിക്കെപ്പോഴും നല്ല സുഖമായി ജീവിക്കാൻ പറ്റും. ഇതിലെന്താണ് തമാശ എന്നറിയാവോ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഭാവിയാണോ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയണം. ഏത് ഫ്യൂച്ചർ വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ഉദാഹരണം പറയാം. ഇത് നമ്മൾ മലയാളികൾക്ക് വളരെ വേഗം മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ റോഡുകൾ അറിയാമല്ലോ, അരികിൽ കുഴിയോ ചാലോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ആ കുഴിയിൽ വീഴരുതേ എന്ന് പറഞ്ഞ് കുഴിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അധികം വൈകാതെ നിങ്ങൾ ആ കുഴിയിൽ തന്നെ വീഴും. സത്യമല്ലേ? അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഫോക്കസ് എവിടെയാണോ അങ്ങോട്ട് തന്നെ നമ്മൾ പോകും. എന്നാൽ നിങ്ങൾ കുഴിയിൽ നിന്നും ശ്രദ്ധ മാറ്റി റോഡിൻ്റെ മധ്യഭാഗത്തേക്ക്, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം നോക്കി ഓടിച്ചാലോ, ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യത്തിലെത്താം. ഇവിടെ നമ്മുടെ സൈക്കിൾ നമ്മുടെ ജീവിതമാണ്, കുഴി നമ്മുടെ പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മുടെ ഫ്യൂച്ചറാണ്. നിങ്ങൾക്ക് എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾക്കൊരു നല്ല ജീവിതമാണ് വേണ്ടതെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. മോശം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ അവിടേക്ക് നിങ്ങൾ അറിയാതെ എത്തിപ്പെടും. നമ്മുടെ ഇപ്പോഴത്തെ ചിന്തകളെ നോക്കാം. എൻ്റെ ആശങ്കകളെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എൻ്റെ ശ്രദ്ധ മുഴുവനും. ഇതൊരു വലിയ ഊർജ്ജ നഷ്ടമാണ്. ഈ ശ്രദ്ധ നമുക്ക് മാറ്റിപ്പിടിച്ചാലോ? പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുക, ഞാൻ എൻ്റെ സന്തോഷം നിറഞ്ഞ സമൃദ്ധമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എനിക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. പുതിയ സന്തോഷമുള്ള കസ്റ്റമേഴ്സ് വരുന്നു. പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. ധാരാളം സന്തോഷമുള്ള പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ചെറിയ ചിരി വരുന്നില്ലേ? ഈ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ആശങ്കകളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ മറന്നുപോകും. അതാണ് ഈ പ്രപഞ്ച നിയമം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ള പോസിറ്റീവ് ചിന്തകളുള്ള ആളുകളുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക. നമ്മുടെ വീട്ടിലെ പേരൻസ് ഒക്കെ പറയാറില്ലേ, നല്ല കൂട്ടുകെട്ട് വേണമെന്ന്. അത് വെറുതെ അല്ല. നിങ്ങൾ സന്തോഷമുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പഴയ ദുഃഖങ്ങളെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല.
നിങ്ങൾ അറിയാതെ അതൊക്കെ മറന്നുപോകും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദിശയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. ഒരു ന്യൂട്രൽ എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഭാവിയുടെ വഴിയിലേക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക, നിങ്ങൾ ഏത് ഫ്യൂച്ചറാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്